ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ പൗലിയായ റുക്കനുകളെ സ്വന്തം ശരീരത്തെ കൽപ്പിക്കാറില്ല. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൗലിയായ റുക്കനുകൾ 4 ആണല്ലോ. ഒന്നേതാ? തക്ബീറത്തുൽ ഇഹ്റാം, അത് നിസ്കാരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള തക്ബീർ. 2 സൂറത്തുൽ ഫാത്തിഹ സൂറത്ത്. 3 അത്തഹിയാത്ത് തശഹ്ഹുദ് അത്തഹിയാത്ത്. 4 സലാം വീട്ടൽ. ഇത് 4 സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുക നിർബന്ധം. ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ കാണാം തക്ബീർ കേട്ടും പിന്നെ നിയ്യത്ത് മനസ്സിലാണല്ലേ നമ്മൾ വെക്കുക. അതുപോലെ ഒന്ന് ചുണ്ടു നനക്കാതെ എന്നർത്ഥം. തഹിയാത്താണെങ്കിലും ഫാത്തിഹയാണെങ്കിലും സലാം വീട്ടൽ പോരാ, സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുക നിർബന്ധം. ചില ആളുകൾക്ക് ചെവിടിനല്ലേ പ്രശ്നം ഉണ്ടാവും. ചെവിട് പൊട്ടാനോ ചെവിടുമായി ബന്ധപ്പെടുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തം നഫ്സിനെ കേൾപ്പിക്കുക നിർബന്ധമല്ല. ഇനി ആരിലായ വല്ല തടസ്സങ്ങളോ അഥവാ നമ്മളിപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, ആ സമയത്താണ് അവിടെ പടക്കം പൊട്ടുകയാണ്, പടക്കപ്പടേറെ പടക്കം പൊട്ടുകയാണ്. അങ്ങനെ സ്വന്തം നഫ്സ് കേൾപ്പിക്കാൻ കഴിയുമോ? ആ ശബ്ദം കൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു ഉദാഹരണം പറഞ്ഞാൽ അതുകൊണ്ട് കിയാസൊക്കെ മറ്റതൊക്കെ. അപ്പം സ്വന്തം നഫ്സിനെ ഈ 4 റുക്കനും കേൾപ്പിക്കുന്നുണ്ട് എന്താണ്. അതുപോലെ മറ്റു സുന്നത്തും പഞ്ചായത്ത് പോലെയുള്ള പ്രാരംഭ ദുആകൾ, സൂറത്തുകൾ, അതുപോലെ റുക്കൂഇലെ ദിക്റുകൾ, സുജൂദിലെ ദിക്റുകൾ, ഇഅ്തിദാലിലെ ദിക്റുകൾ, ഇതൊക്കെ സുന്നത്ത് കരസ്ഥമാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വന്തം നഫ്സിനെ കേൾപ്പിക്കണം. അങ്ങനത്തെ ഇബാറത്തൊക്കെ ഇസ്മാഉൽ മൻദൂബിൽ കൗലിയായ മൻദൂബിനെ കേൾപ്പിക്കൽ പരിഗണിക്കപ്പെടും സുന്നത്ത് കരസ്ഥമാകാൻ വേണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്യണം? പഞ്ചായത്താണെങ്കിലും മറ്റു ദിക്റുകളാണെങ്കിലും എന്ത് ചെയ്യണം? സുന്നത്ത് കിട്ടണോ? സ്വന്തം നഫ്സിനെ കേൾപ്പിക്കുന്ന നിർബന്ധമാണ്. പല ആളുകൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു അശ്രദ്ധയാണ്.